ഹായ് ഗൈസ്. അപ്പോൾ ഇന്നെന്ന് പറയണത് ചെറിയ റിവ്യൂ പോലത്തെ വീഡിയോ ആണ്. പ്രീമിയർ ഷോ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് DSRയുടെ. പക്ഷേ വർക്കും ഉറക്കം ഒക്കെ കാരണം നേരില്ലാത്ത കാരണം ഒരു ചെറിയ റിവ്യൂ പോലെ കിട്ടണമെന്ന് ചോദിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രീമിയർ ഷോ ഒക്കെ പോയി കണ്ടതല്ലെന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ചെറുതായിട്ട് ഇതിൽ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. ഓൾറെഡി കുറേ പേരൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. സംഭവം എല്ലായിടത്തുനിന്നും പോസിറ്റീവ് തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, പടം നൈസായിട്ട് കത്തി. രാഹുൽ സദാശിവനാണ് ഡയറക്ടറും റൈറ്ററൊക്കെ. രാഹുൽ സദാശിവൻ്റെ മുന്നത്തെ പടങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് പറയാൻ പറ്റുമായിരിക്കും. റെഡ് റെയിൻ അത് 2013 ടൈമിൽ ഇറങ്ങിയതാണ്. അതൊരു എക്സ്പെരിമെൻ്റൽ പോലത്തെ ഏലിയൻ്റെ ഒക്കെ പടമാണ്. അധികാരം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഒന്ന് ബ്രഹ്മയുഗം അല്ല ഭൂതകാലം കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം. അപ്പോൾ ആ പടങ്ങൾ വന്നപ്പോൾ തന്നെ രാഹുൽ സദാശിവനെ എല്ലാവരും നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൊറർ ഫിലിം നൈസ് രീതിയിൽ എടുക്കുന്നുണ്ട് ആള്. അതുപോലെ ഷെയ്ൻ നിഗത്തിൻ്റെ ഭൂതകാലം എന്ന് വന്നിട്ടുള്ള പടം നൈസൊരു പടമാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നൈറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാണാം. വലിയ എക്സ്പെക്റ്റേഷനൊന്നും കൊടുക്കാണ്ട് ചെറിയൊരു ഹൊറർ ഫിലിം കാണുന്ന എയിമിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ സാധനം നൈസാ. സംഭവം രാഹുൽ സദാശിവൻ്റെ ഇപ്പം പ്രണവ് മോഹൻലാൽ പടം ചെയ്യണ്ടെന്നുള്ള ഇത് വന്നപ്പോൾ തന്നെ നമ്മളെന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണുമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ എക്സ്പെക്റ്റേഷനൊക്കെ നമുക്കുണ്ടായിരുന്നു പടം നൈസാവും എന്നുള്ളത്. പിന്നെ എന്ത് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറും കൂടി ഇറങ്ങിയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി സംഭവം അത്യാവശ്യം ക്വാളിറ്റി പടസാധനം ഇറങ്ങുമെന്നുള്ളത് മനസ്സിലായി. പിന്നെ ട്രെയിലറൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് പോസ്റ്റുകളും റീലുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രണവ് മോഹൻലാൽ സ്റ്റാർട്ടഡ് ടു ഷോയിങ് ഹിസ് DNA എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കറക്റ്റായി. ഒന്നുമില്ല, പടത്തിൽ ഫുള്ള് അമ്മാതിരി പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പോകണം എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഡേ അല്ല, ഒരു പ്രീമിയർ ഷോ തന്നെ വെച്ചു. അപ്പോൾ 9:30-ക്കും എല്ലാ തിയേറ്ററിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തിയേറ്ററിൽ മാത്രം അവർ സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ രാഗത്തിലാണ് കാണാൻ പോയത്. 9:30 ഷോ ഉണ്ടായിരുന്നു. 11:49 ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 11:49 ഷോയ്ക്കാണ് കാണാൻ പോയത്. സംഭവം സ്റ്റാർട്ടിങ് തന്നെ ഈ മറ്റേ എഴുതി കാണിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് ആണല്ലോ. അപ്പോൾ ആ ഇത് കാട്ടിയപ്പോൾ തന്നെ നല്ല കൈയടിയും ബഹളമൊക്കെ ആയിരുന്നു പടത്തിൻ്റെ പേര് കാട്ടിയപ്പോൾ. പിന്നെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴുള്ള BGM തന്നെ സംഭവം ഹൊററിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ഇതാണ് തരുന്നത്. പിന്നെ പടം അങ്ങോട്ട് തുടങ്ങിയപ്പോട്ട് ഫസ്റ്റ് കുറച്ച് സമയത്തേക്ക് പ്രണവ് മോഹൻലാൽ കുറച്ച് ലേസി ആയിട്ടുള്ള ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടുള്ള ഇതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേടി തോന്നിക്കണ ആ പേടി അങ്ങനത്തെ ഒരു ക്യാരക്ടറേക്ക് മാറുന്നുണ്ട്. പിന്നെ വരുന്നത് ആ പേടി മാറിയിട്ട് നമ്മൾ അവനെ ഈ പിന്തുടർന്ന ഇതിനെ നശിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ ഫുള്ള് ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൽ ഈ ഫുള്ള് സംഭവം കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു നല്ല വീടൊക്കെ ഒരു പോസ്റ്റിൽ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ട്രോള് പോലെയായിട്ട്. DSR കണ്ടു കഴിഞ്ഞപ്പോൾ അതിലത്തെ ആ വീടിൻ്റെ ആർക്കിടെക്ചർ ആളുടെ ഇത് കിട്ടുമെന്ന് വെച്ചിട്ട്. കാരണം അമ്മാതിരി നൈസ് വീടാണ്, ഒരു റിച്ച് ജാതി ലുക്ക് തോന്നിക്കുന്ന വീട്. പക്ഷെ ആ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഹൊറർ സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് പടത്തിൻ്റെ ഒരു ഇത്. ഏത് വീട് നല്ലതായിക്കോട്ടെ, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഹൊററിൻ്റെ ഇത് സെറ്റ് ചെയ്തു, ആ ഒരു ഫീല് കിട്ടും. പിന്നെ BGM ക്രിസ്റ്റോ സേവിയറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മച്ചാൻ്റെ ഒരു ട്രാക്ക് പടത്തിന് ഒരാഴ്ച മുന്നേ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അത് പക്ഷെ പടം കഴിഞ്ഞിട്ട് അവസാനമാണ് ആ ട്രാക്ക് വരുന്നത്. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ആ തിയേറ്ററിലൊക്കെ ഫുൾ ആ സൗണ്ടിൽ കേൾക്കുമ്പോൾ.
പിന്നെ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പടം മൊത്തത്തിൽ നല്ലൊരു ഹൊറർ മൂഡ് തന്നെ തരുന്നുണ്ട്. പിന്നെ BGM ഒക്കെ ഫുള്ള് ഈ ഹൊററിൻ്റെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. സംഭവം ഇനി ആർക്കും ഒരു റിവ്യൂ നോക്കി പോകേണ്ട കാര്യം അങ്ങനത്തെ ഇതൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പടം ക്ലിക്കായി, നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി ഒക്കെ കിട്ടി. ഇനി ആൾക്കാർ താനെ പോയി കാണും. അപ്പോൾ അത് റിവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കൂടാണ്ട് കുറേ മെയിൻ ഡാക്കളൊക്കെ നല്ല രീതിയിൽ റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വെറുതെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിക്ക് ചെയ്തിടണതാണ്. അധികം സബും ഇതൊന്നുമില്ല. ഇനി അഥവാ വല്ലവരും കൈത്തട്ടി നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ നല്ല പടങ്ങളാണെങ്കിലും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. വലിയ എക്സ്പെക്റ്റേഷനൊന്നും വെക്കേണ്ട. നൈസായിട്ടൊരു സിമ്പിള് ഹൊറർ പടം കാണുന്ന മൂഡിൽ പോയി കണ്ടോ. സംഭവം നൈസാണ്. സംഭവം മിസ് ചെയ്യണ്ട, തിയേറ്ററിൽ പോയി കണ്ടോ. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം പേടിക്കാനുള്ളതുണ്ട്. ഓക്കെ.